നമസ്കാരം. ന്യൂഡൽഹിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ആംപിയർ ഇലക്ട്രിക് വെഹിക്കിൾസും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഗ്രീവ്സ് എന്ന കമ്പനിയാണ് ആംപിയർ ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഏറ്റെടുത്ത് നടത്തുന്നത്. 3 മോഡൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഗ്രീവ്സ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ആംപിയർ മാഗ്നസ് നിയോ എന്ന് പറഞ്ഞ മോഡലും, അതുപോലെ തന്നെ ആംപിയർ എക്സ്പ്രസും, പിന്നെ ആംപിയർ സൈബറും. ഈ ആംപിയർ മാഗ്നസ് നിയോ എന്ന് പറഞ്ഞ വണ്ടി ഇവരുടെ പഴയ മാഗ്നസിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണെങ്കിൽ, എക്സ്പ്രസും സൈബറും തീർത്തും പുതിയ കോൺസെപ്റ്റ് മോഡലുകളാണ്. ഈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ മോഡൽ B2Bയും, അതുപോലെ തന്നെ ഈ സൈബർ എന്ന് പറയുന്നത് സ്പോർട്സ് ബൈക്കുമാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഈ വണ്ടികളുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ നോക്കാം. 1.5 കിലോവാട്ട് നോമിനൽ പവറും 2.4 കിലോവാട്ട് പീക്ക് പവറും നൽകാൻ സാധിക്കുന്ന BLDC ഹബ് മോട്ടോറാണ് മാഗ്നസ് നിയോയിൽ കൊടുത്തിരിക്കുന്നത്. 65 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ലോ, ഹൈ എന്നീ 2 റൈഡിംഗ് മോഡുകളും, അതുപോലെ തന്നെ ഒരു റിവേഴ്സ് മോഡും ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ആക്സിലറേഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 6.5 സെക്കൻഡ്സ് ആണ് വേണ്ടത്. അതേപോലെ 2.3 kWh ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ 118 km IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. എക്കോ മോഡിൽ, അതായത് ലോ മോഡിൽ 90 km ആണ് ട്രൂ റേഞ്ച് പറയുന്നത്. ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 6 മണിക്കൂറാണ് വേണ്ടത്. മാഗ്നസ് നിയോന് 22 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ വണ്ടി 5 കളറുകളിലാണ് ഇറങ്ങുന്നത്: ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, റെഡ്, പിന്നെ ഗ്രേയും. മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ ഡുവൽ ഷോക്ക് സസ്പെൻഷനോട് കൂടി വരുന്ന ഈ വണ്ടിയുടെ മുന്നിലും പിന്നിലും ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സെക്ഷൻ 90/90 12 ഇഞ്ചസിന്റെ ടയറുകളുമാണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത്. 108 കിലോഗ്രാം ഭാരവും 150 കിലോഗ്രാം ലോഡിംഗ് കപ്പാസിറ്റിയുമുള്ള ഈ വണ്ടിയുടെ മാക്സിമം ഗ്രേഡിബിലിറ്റി 12 ഡിഗ്രിയാണ്. 165 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചറുകൾ മാത്രമാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. USB ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ TCU കണക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. അത് വയർലെസ് ട്രാക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്, പക്ഷേ അത് ഓപ്ഷണൽ ആണ് കേട്ടോ. അതേപോലെ ഒരു നോർമൽ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ വാറന്റിയുടെയും പ്രൈസിന്റെയും കാര്യമൊക്കെ നോക്കാം. 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ആണ് ഈ വണ്ടിക്ക് വാറന്റി നൽകിയിരിക്കുന്നത്. 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വരെ എക്സ്റ്റൻഡഡ് വാറന്റി എടുക്കാനുള്ള ഓപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വണ്ടിയുടെ വാറന്റിയാണ്, പക്ഷേ ബാറ്ററിക്ക് ഇവർ കൂടുതൽ വാറന്റി നൽകുന്നുണ്ട്. 5 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്റർ. ആംപിയർ മാഗ്നസ് നിയോന്റെ എക്സ് ഷോറൂം വില വരുന്നത് 80,000 രൂപയാണ്. ടാക്സ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ എല്ലാം അടക്കം 1 ലക്ഷം രൂപയിൽ തൊട്ട് താഴെയുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാമെന്നർത്ഥം. ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ ഈ വണ്ടിയുടെ വിൽപ്പന തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഇവരൊരു ഓട്ടോ കൂടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കാർഗോ ഓട്ടോ. ഇത് ഇവരുടെ ഒരു കോൺസെപ്റ്റ് മോഡലാണ് കേട്ടോ. സാർഗോ എന്നാണ് പേര്, XARGO. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നത്. അതായത് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാ വണ്ടികൾക്കും X വെച്ചിട്ടാണ് പേര് തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്. 50 km/h ആണ് ടോപ്പ് സ്പീഡ്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. സ്വാപ്പബിൾ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഫുൾ ചാർജിൽ 100 km റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. വണ്ടിയുടെ വാറന്റി 5 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്റർ ആണ്, പക്ഷേ വണ്ടിയുടെ വില കാണിച്ചിട്ടില്ല. ഇതാണ് ഇവരുടെ ഏറ്റവും പുതിയ കാർഗോ സ്കൂട്ടർ. ആംപിയർ എക്സ്പ്രസ് എന്നാണ് പേര്. ഈ വണ്ടിയിലും ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് സ്വാപ്പബിൾ ബാറ്ററി ടെക്നോളജി തന്നെയാണ് കേട്ടോ. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. 230 കിലോഗ്രാം ആണ് ലോഡിംഗ് കപ്പാസിറ്റി. 60 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ഇത് ഇവർ സ്റ്റാളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വണ്ടിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ആണ്. വണ്ടിയുടെ റേഞ്ചും അതുപോലെ തന്നെ വിലയും ഒന്നും കൊടുത്തിട്ടില്ല. 3 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്റർ ആണ് വാറന്റി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതും ഇവരുടെ ഒരു കോൺസെപ്റ്റ് മോഡലാണ്. ഇതാണ് ഗ്രീവ്സിന്റെ ഇലക്ട്രിക് സ്പോർട്സ് ബൈക്ക്. ഇതും ഒരു കോൺസെപ്റ്റ് മോഡലാണ്. ആംപിയർ സൈബർ എന്നാണ് പേര്. ഇതാണ് ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്. 10 കിലോവാട്ട് മോട്ടോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 100 km/h ആണ് ടോപ്പ് സ്പീഡ്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ എത്ര kWh ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ 200 km സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ മുന്നിൽ ഇൻവേർട്ടഡ് ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ മോണോഷോക്ക് സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത്. 17 ഇഞ്ചസിന്റെ വീലുകളാണ് വരുന്നത്. ABS-ഉം കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കമ്പനി നൽകിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ട വണ്ടികളിൽ ആംപിയർ മാഗ്നസ് നിയോ ഒഴികെ ബാക്കി എല്ലാ വണ്ടികളും കോൺസെപ്റ്റ് മോഡൽസ് ആണ്. ഈ വണ്ടികളൊക്കെ എപ്പോഴാണ് ഇറങ്ങാൻ പോകുന്നത് നമുക്കറിയില്ല. എന്തായാലും മാഗ്നസ് നിയോ നമുക്ക് അധികം താമസിക്കാതെ തന്നെ പ്രതീക്ഷിക്കാം. അതേപോലെ ഒരുപക്ഷെ B2B സ്കൂട്ടറായ എക്സ്പ്രസും ഈ വർഷാവസാനം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.